നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനുള്ള സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കും. പിണറായി വിജയനും എം വി ഗോവിന്ദനുമെതിരെ കീഴ്ഘടകങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ അടക്കം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരും. പിണറായിയുടെ ശൈലിക്കെതിരെയും ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിനെ എതിർക്കാതിരുന്ന എം വി ഗോവിന്ദന്റെ നിലപാടിനെതിരെയും സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉണ്ടാകും. തിരുത്തലിന്റെ ഭാഗമായി പ്ലീനം വിളിക്കണമോ എന്ന കാര്യത്തിലും സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും. പതിവിൽ നിന്ന് വിപരീതമായി തിരഞ്ഞെടുപ്പ് തോൽവിയിലെ വിമർശനങ്ങൾ താഴെത്തട്ടിൽ നിന്നു കേട്ട് മേൽത്തട്ടിൽ വന്ന് വിലയിരുത്തുന്ന രീതിയാണ് ഇത്തവണ സിപിഎം സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ എല്ലാ അംഗങ്ങൾക്കും തുറന്നു വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നേതൃത്വം നൽകുകയും ചെയ്തു. ഇതുവരെ നൽകാതിരുന്ന സ്വാതന്ത്ര്യം കിട്ടിയതോടെ നേതാക്കൾ തുറന്നടിച്ചു. എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും ലക്ഷ്യം വെച്ചായിരുന്നു ചർച്ചകളേറെയും. അപ്പോഴും സ്വയം വിമർശനത്തിന്റെ സ്വഭാവം കീഴ്ഘടകങ്ങളിലെ പല ചർച്ചകളിലും കണ്ടില്ല. തങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, അംഗീകരിക്കാൻ കീഴ്ഘടകങ്ങളിലെ നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നാണ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ. 14 ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. പരാജയത്തിന്റെ കാരണങ്ങൾ, സംഘടനാ സംവിധാനത്തിലുണ്ടായ വീഴ്ച, പാർട്ടി പ്രവർത്തന രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നീ 3 തലങ്ങളിലാണ് ചർച്ചകൾ നടത്തുക. എം വി ഗോവിന്ദനും പിണറായി വിജയനും അതാത് സ്ഥാനങ്ങളിൽ നിന്നും മാറണമെന്ന ആവശ്യം ഉയർന്നു വന്നെങ്കിലും സംസ്ഥാന നേതൃത്വം തൽക്കാലം അത് അംഗീകരിക്കില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പുനഃസംഘടന, സംഘടനാ തലത്തിലെ തിരുത്തലിനു വേണ്ടി പ്ലീനം വിളിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം.